മൂന്നാം അധ്യായം വിഭൂതി പാദം ഭാഗം 1 സൂത്രങ്ങൾ 1 മുതൽ 19 വരെ. യോഗത്തിന്റെ ആന്തരിക തലങ്ങളും അദ്ഭുത സിദ്ധികളും. ധാരണ, ധ്യാനം, സമാധി, അന്തരംഗയോഗം. പതഞ്ജലി യോഗസൂത്രങ്ങളുടെ മൂന്നാമത്തെ അധ്യായമായ വിഭൂതി പാദം അഷ്ടാംഗയോഗത്തിലെ ഏറ്റവും സൂക്ഷ്മവും ആന്തരികവുമായ അവസാനത്തെ 3 അംഗങ്ങളെയാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ സൂത്രം ധാരണയെ നിർവചിക്കുന്നു. ദേശബന്ധശ്ചിത്തസ്യ ധാരണ, അതായത് മനസ്സിനെ ശരീരത്തിലെയോ ഭ്രൂമധ്യം, ഹൃദയം, നാഭി പോലുള്ളവ പുറത്തെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് ധാരണ. ബാഹ്യമായ വിചാരങ്ങളെ തടഞ്ഞു നിർത്തി ബോധത്തെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണിവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ സൂത്രം ധ്യാനത്തെ വ്യക്തമാക്കുന്നു. തത്ര പ്രത്യൈകധാനത ധ്യാനം. ധാരണ ചെയ്ത ബിന്ദുവിലേക്ക് തടസ്സങ്ങളില്ലാതെ എണ്ണധാര പോലെ തുടർച്ചയായി ബോധം ഒഴുകുന്ന അവസ്ഥയാണ് ധ്യാനം. മൂന്നാമത്തെ സൂത്രത്തിൽ ഈ പ്രക്രിയ സമാധിയായി മാറുന്നു. തദേവാർത്ഥ മാത്രനിർഭാസം സ്വരൂപശൂന്യമിവ സമാധി. ധ്യാനിക്കുന്ന വസ്തു, അർത്ഥം മാത്രമേ മനസ്സിൽ അവശേഷിക്കുന്നുള്ളൂ എന്നും താൻ ധ്യാനിക്കുകയാണെന്ന സ്വന്തം അസ്തിത്വബോധം പോലും സ്വരൂപശൂന്യം ഇല്ലാതാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് സമാധി. ഇവിടെ ധ്യാതാവും ധ്യാനവും ധ്യേയവും ഒന്നായി മാറുന്നു. സംയമവും പ്രജ്ഞാലോകവും. ഈ 3 അംഗങ്ങളെയും ധാരണ, ധ്യാനം, സമാധി ഒന്നിച്ചു ചേർത്ത് പതഞ്ജലി നൽകുന്ന പേരാണ് സംയമം. ത്രമേകത്ര സംയമ. സൂത്രം 4. ഒരു പ്രത്യേക വിഷയത്തിൽ മനസ്സിനെ പൂർണ്ണമായും ലയിപ്പിക്കുന്ന ഈ സംയമ പ്രക്രിയയാണ് യോഗയിലെ അദ്ഭുത സിദ്ധികളുടെ അടിസ്ഥാനം. അഞ്ചാമത്തെ സൂത്രം പറയുന്നു. തജ്ജയാൽപ്രജ്ഞാലോക. സംയമം പൂർണ്ണമായി സ്വായത്തമാക്കുമ്പോൾ സാധാരണ ബുദ്ധിക്ക് അതീതമായ ഉന്നതമായ പ്രജ്ഞയുടെ വെളിച്ചം, ഉൾക്കാഴ്ച സാധകനിൽ ഉദയം ചെയ്യുന്നു. ഇത് പടിപടിയായി സൂക്ഷ്മമായ തലങ്ങളിൽ പ്രയോഗിക്കണം. തസ്യ ഭൂമിഷു വിനിയോഗം. മുമ്പ് പറഞ്ഞ യമം, നിയമം തുടങ്ങിയ 5 അംഗങ്ങളെ അപേക്ഷിച്ച് ധാരണ, ധ്യാനം, സമാധി എന്നിവ ആന്തരികമാണ്, അന്തരംഗം. എന്നാൽ യാതൊരുവിധ അവലംബവുമില്ലാത്ത നിർബീജ സമാധിയെ അപേക്ഷിച്ച് ഈ 3 അംഗങ്ങളും ബാഹ്യമായ ബഹിരംഗ പ്രക്രിയകൾ മാത്രമാണെന്ന് 8ാം സൂത്രം ഓർമ്മിപ്പിക്കുന്നു. ചിത്തത്തിന്റെ 3 പരിണാമങ്ങൾ. 9 മുതൽ 12 വരെയുള്ള സൂത്രങ്ങൾ സമാധി അവസ്ഥയിൽ ചിത്തത്തിനുണ്ടാകുന്ന 3 അടിസ്ഥാനപരമായ മാറ്റങ്ങളെ, പരിണാമങ്ങളെ വിശകലനം ചെയ്യുന്നു. നിരോധ പരിണാമം, സമാധി പരിണാമം, ഏകാഗ്രതാ പരിണാമം എന്നിവയാണവ. വ്യുത്ഥാന സംസ്കാരങ്ങൾ. മനസ്സിനെ പുറത്തേക്ക് നയിക്കുന്ന ചിന്തകൾ ക്ഷയിക്കുകയും നിരോധ സംസ്കാരങ്ങൾ, മനസ്സിനെ അടക്കി നിർത്തുന്ന ചിന്തകൾ ഉണരുകയും ചെയ്യുന്ന അതിസൂക്ഷ്മമായ മാറ്റമാണ് നിരോധ പരിണാമം. സൂത്രം 9. ഇത് ആവർത്തിക്കുന്നതിലൂടെ മനസ്സ് തികച്ചും ശാന്തമായ ഒരു ഒഴുക്കായി മാറുന്നു. സൂത്രം 10. എല്ലാ വശങ്ങളിലേക്കും ചിതറിപ്പോകുന്ന മനസ്സിന്റെ സ്വഭാവം നശിച്ച് ഒരു ബിന്ദുവിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഏകാഗ്രത ഉദിക്കുന്നതാണ് രണ്ടാമത്തെ മാറ്റമായ സമാധി പരിണാമം. സൂത്രം 11. ഇതിനുശേഷം മുൻപ് കടന്നുപോയ ശാന്തമായ ചിന്തയും ഇപ്പോൾ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന ചിന്തയും പൂർണ്ണമായും ഒന്നായിത്തീരുന്ന മാറ്റമാണ് മൂന്നാമത്തെ ഏകാഗ്രതാ പരിണാമം. സൂത്രം 12. അതായത് സമാധിയിൽ മനസ്സിലെ ചിന്തകൾ അവസാനിക്കുന്നില്ല, മറിച്ച് ഒരേ ചിന്ത തന്നെ തുടർച്ചയായി ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൂതേന്ദ്രിയങ്ങളിലെ മാറ്റങ്ങളും ധർമ്മിയും. ചിത്തത്തിലുണ്ടാകുന്ന ഈ 3 പരിണാമങ്ങൾ പോലെ തന്നെയാണ് പഞ്ചഭൂതങ്ങളിലും ഇന്ദ്രിയങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് 13ാം സൂത്രം പറയുന്നു. ധർമ്മം, ലക്ഷണം, അവസ്ഥ എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങളാണിവ. ധർമ്മലക്ഷണാവസ്ഥാപരിണാമ. ഉദാഹരണത്തിന്, കളിമണ്ണ് എന്ന വസ്തു കുടം എന്ന രൂപത്തിലേക്ക് ധർമ്മം മാറുന്നു. അത് പിന്നീട് പുതിയത്, പഴയത് എന്നീ അവസ്ഥകളിലൂടെ അവസ്ഥത കടന്നുപോകുന്നു.
ഇങ്ങനെയുള്ള ഭൂതകാല, വർത്തമാനകാല, ഭാവികാല മാറ്റങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി എക്കാലത്തും നിലനിൽക്കുന്ന ഒരു മാറ്റമില്ലാത്ത സത്തയുണ്ട്. അതിനെയാണ് പതഞ്ജലി ധർമ്മി എന്ന് വിളിക്കുന്നത്. സൂത്രം 14. സാംഖ്യദർശനപ്രകാരം പ്രപഞ്ചത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനമായ പ്രകൃതിയാണ് ഈ ധർമ്മി. ഒരു മാറ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ക്രമത്തിലുള്ള സീക്വൻസ് വ്യത്യാസമാണ് പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങൾക്ക് കാരണമെന്ന് 15-ാം സൂത്രം വ്യക്തമാക്കുന്നു. സംയമത്തിലൂടെ ലഭിക്കുന്ന അദ്ഭുത സിദ്ധികൾ. 16-ാം സൂത്രം മുതൽ യോഗിക്ക് ലഭിക്കുന്ന അദ്ഭുത സിദ്ധികളെ അഥവാ വിഭൂതികളെയാണ് വിവരിക്കുന്നത്. മേൽപ്പറഞ്ഞ 3 പരിണാമങ്ങളിൽ സംയമം ചെയ്യുന്നതിലൂടെ യോഗിക്ക് ഭൂതകാലത്തെക്കുറിച്ചും ഭാവികാലത്തെക്കുറിച്ചും അതീത അനാഗത പൂർണ്ണമായ ജ്ഞാനം ലഭിക്കുന്നു. 17-ാം സൂത്രമനുസരിച്ച് ശബ്ദം, അർത്ഥം, ജ്ഞാനം എന്നിവ സാധാരണയായി മനുഷ്യ മനസ്സിൽ കൂടിക്കലർന്നാണ് ഇരിക്കുന്നത്. ഇവയെ മൂന്നിനെയും വേർതിരിച്ച് സംയമം ചെയ്യുന്നതിലൂടെ മനുഷ്യർ ഉൾപ്പെടെ ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷയും ആശയവിനിമയവും യോഗിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർവഭൂതരുതജ്ഞാനം. തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന പൂർവകാല സംസ്കാരങ്ങളിൽ സംയമം ചെയ്യുന്നതിലൂടെ തന്റെ മുൻജന്മങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കുന്നു. സംസ്കാര സാക്ഷാത്കരണാത് പൂർവജാതിജ്ഞാനം. സൂത്രം 18. അതുപോലെ തന്നെ മറ്റൊരാളുടെ ചിത്തവൃത്തികളിൽ അഥവാ മുഖഭാവങ്ങളിൽ സംയമം ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വായിച്ചറിയാൻ യോഗിക്ക് സാധിക്കും. പ്രത്യയസ്യ പരജിത്തജ്ഞാനം. സൂത്രം 19. ഭൗതികമായ പരിമിതികളെ ഭേദിച്ച് മനസ്സിന്റെ അനന്തമായ സാധ്യതകളെ ഉണർത്തുന്ന വിദ്യകളാണ് വിഭൂതിപാദത്തിന്റെ ഈ ആദ്യ ഭാഗം നമുക്ക് കാട്ടിത്തരുന്നത്. 3-ാം അധ്യായം വിഭൂതിപാദം ഭാഗം 2. സൂത്രങ്ങൾ 20 മുതൽ 38 വരെ. യോഗിക്ക് ലഭിക്കുന്ന അദ്ഭുത സിദ്ധികളും അവയുടെ മനഃശാസ്ത്രവും. പരചിത്തജ്ഞാനവും അന്തർധാന സിദ്ധിയും. 19-ാം സൂത്രത്തിൽ മറ്റുള്ളവരുടെ ചിന്തകളെ അറിയാനുള്ള കഴിവ്, പരചിത്തജ്ഞാനം, യോഗിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 20-ാമത്തെ സൂത്രം ഇതിനൊരു വിശദീകരണം നൽകുന്നു. നാച്ച തത് സാലംബനം തസ്യാവിഷയീഭൂതത്വാത്. ഒരാളുടെ മനസ്സിലെ പൊതുവായ വികാരങ്ങളെ, സ്നേഹം, ദേഷ്യം, ഭയം തുടങ്ങിയവ യോഗിക്ക് അറിയാൻ കഴിയുമെങ്കിലും ആ വികാരങ്ങൾക്ക് ആധാരമായ വസ്തുവിനെ, ആലംബനം, അറിയാൻ കഴിയില്ല. കാരണം ആ പ്രത്യേക വസ്തു യോഗിയുടെ സംയമത്തിന് വിഷയമായിട്ടില്ല. 21-ാം സൂത്രം അന്തർധാനം അഥവാ അദൃശ്യനാകാനുള്ള സ്ഥിതിയെക്കുറിച്ച് പറയുന്നു. സ്വന്തം ശരീരത്തിന്റെ രൂപത്തിൽ സംയമം ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശത്തെ തടഞ്ഞു നിർത്താനും അതുവഴി മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് അദൃശ്യനാകാനും യോഗിക്ക് സാധിക്കും. 22-ാം സൂത്രമനുസരിച്ച് ഇതേ പ്രക്രിയയിലൂടെ ശബ്ദം, സ്പർശം തുടങ്ങിയ മറ്റ് തന്മാത്രകളെയും അപ്രത്യക്ഷമാക്കാൻ സാധിക്കും. കർമ്മങ്ങളുടെ ഫലങ്ങളും അതിമാനുഷിക ശക്തികളും. 23-ാം സൂത്രം കർമ്മങ്ങളെ സോപക്രമം, ഫലം നൽകിത്തുടങ്ങിയവ, നിരുപക്രമം, ഭാവിയിൽ ഫലം നൽകാനിരിക്കുന്നവ എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നു. ഇവയിൽ സംയമം ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ മരണത്തിന്റെ ലക്ഷണങ്ങളായ അരിഷ്ടങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെയോ യോഗിക്ക് തന്റെ മരണസമയം കൃത്യമായി മുൻകൂട്ടി അറിയാൻ സാധിക്കും. 24-ാം സൂത്രം പറയുന്നത് മൈത്രി, കരുണ, മുദിത തുടങ്ങിയ ഭാവങ്ങളിൽ സംയമം ചെയ്താൽ ആ വികാരങ്ങൾ അപാരമായ ശക്തിയായി മാറും എന്നാണ്. അതുപോലെ 25-ാം സൂത്രമനുസരിച്ച് ആനയെപ്പോലുള്ള മൃഗങ്ങളുടെ ശക്തിയിൽ സംയമം ചെയ്താൽ ആ മൃഗത്തിന്റെ അതേ ശാരീരിക ബലം യോഗിക്ക് ലഭിക്കുന്നു. 26-ാം സൂത്രം പ്രകാശപൂർണമായ അതീന്ദ്രിയ ബോധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രവൃത്യാലോകന്യാസാത് സൂക്ഷ്മവ്യവഹിത വിപ്രകൃഷ്ടജ്ഞാനം. മനസ്സിന്റെ ഈ പ്രകാശത്തെ വിദൂരമായോ മറഞ്ഞുകിടക്കുന്നതോ ആയ വസ്തുക്കളിലേക്ക് തിരിച്ചുവിടുമ്പോൾ അവയുടെ സൂക്ഷ്മമായ ജ്ഞാനം ലഭിക്കുന്നു. പ്രപഞ്ച രഹസ്യങ്ങളും ശാരീരിക നിയന്ത്രണവും.
തുടർന്നുള്ള സൂത്രങ്ങൾ പ്രപഞ്ചത്തെയും ശരീരത്തെയും കുറിച്ചുള്ള ഉന്നത ജ്ഞാനത്തെ പ്രതിപാദിക്കുന്നു. സൂര്യനിൽ സംയമം ചെയ്താൽ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ചും. സൂത്രം 27. ചന്ദ്രനിൽ സംയമം ചെയ്താൽ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ചും. സൂത്രം 28. ധ്രുവനക്ഷത്രത്തിൽ സംയമം ചെയ്താൽ നക്ഷത്രങ്ങളുടെ സഞ്ചാരഗതിയെക്കുറിച്ചും. സൂത്രം 29. പൂർണ്ണമായ അറിവ് ലഭിക്കും. ശരീരത്തിലേക്ക് വരുമ്പോൾ നാഭിചക്രത്തിൽ സംയമം ചെയ്താൽ ശരീരത്തിലെ എല്ലാ നാഡീവ്യൂഹങ്ങളുടെയും ഘടന മനസ്സിലാക്കാം. സൂത്രം 30. തൊണ്ടയിലെ കുഴിയിൽ അഥവാ കൺകൂപത്തിൽ സംയമം ചെയ്താൽ വിശപ്പും ദാഹവും പൂർണ്ണമായി ഇല്ലാതാക്കാം. സൂത്രം 31. അതിനു താഴെയുള്ള കൂർമ്മനാഡിയിൽ സംയമം ചെയ്താൽ ശരീരത്തിനും മനസ്സിനും പർവ്വതം പോലെയുള്ള സ്ഥിരത ലഭിക്കും. സൂത്രം 32. തലയുടെ മുകളിലുള്ള സഹസ്രാരത്തിൽ അഥവാ ആജ്ഞാചക്രത്തിലെ പ്രകാശത്തിൽ സംയമം ചെയ്താൽ ശരീരമില്ലാതെ ജീവിക്കുന്ന സിദ്ധന്മാരായ യോഗീശ്വരന്മാരുടെ ദർശനവും ഉപദേശവും ലഭിക്കും. സൂത്രം 33. പ്രാതിഭജ്ഞാനവും ആത്മദർശനവും. 34-ാം സൂത്രം പറയുന്നു, പ്രാതിഭാത്വാ സർവം. മേൽപ്പറഞ്ഞ എല്ലാ സിദ്ധികളും പ്രത്യേകിച്ച് സംയമം ചെയ്യാതെ തന്നെ പ്രാതിഭം അഥവാ അവബോധത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഉൾക്കാഴ്ച ഇൻറ്റ്യൂഷൻ മുഖേന യോഗിക്ക് സ്വയമേവ ലഭിക്കുന്നു. 35-ാം സൂത്രമനുസരിച്ച് ഹൃദയത്തിൽ സംയമം ചെയ്താൽ സ്വന്തം ചിത്തത്തിന്റെ സ്വഭാവം അറിയാൻ കഴിയും. 36-ാം സൂത്രം യോഗശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിലൊന്ന് മുന്നോട്ട് വയ്ക്കുന്നു. പ്രകൃതിയുടെ ഭാഗമായ ചിത്തവും സത്വം കേവലബോധമായ പുരുഷനും തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ അവിദ്യ കാരണം ഇവ രണ്ടും ഒന്നാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. ലൗകികാനുഭവങ്ങളെല്ലാം ഭോഗം ഈ മിഥ്യാധാരണയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭൗതികമായ ഈ അനുഭവങ്ങളെ മാറ്റി നിർത്തി ആത്മീയമായ ഈ അറിവിൽ മാത്രം സംയമം ചെയ്യുമ്പോൾ പുരുഷനെക്കുറിച്ചുള്ള അഥവാ ആത്മാവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഉദിക്കുന്നു. അതീന്ദ്രിയ സിദ്ധികളും സമാധിയിലെ വിഘ്നങ്ങളും. 37-ാം സൂത്രം വ്യക്തമാക്കുന്നത് പുരുഷനെക്കുറിച്ചുള്ള ഈ ജ്ഞാനത്തിൽ നിന്ന് യോഗിക്ക് അതീന്ദ്രിയമായ കേൾവി, സ്പർശം, കാഴ്ച, രുചി, ഗന്ധം എന്നീ അസാധാരണ കഴിവുകൾ ലഭിക്കുന്നു എന്നാണ്. എന്നാൽ 38-ാം സൂത്രം വളരെ കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. തേ സമാധാവുപസർഗാവ്യുദാനേ സിദ്ധയ. ഈ പറഞ്ഞ അദ്ഭുത സിദ്ധികളെല്ലാം തന്നെ ലൗകികമായ കാഴ്ചപ്പാടിൽ വലിയ നേട്ടങ്ങളാണെങ്കിലും യഥാർത്ഥ സമാധി അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇവ വെറും തടസ്സങ്ങൾ, ഉപസർഗങ്ങൾ മാത്രമാണ്. കാരണം ഈ സിദ്ധികളിൽ ആകൃഷ്ടനാകുന്ന യോഗി വീണ്ടും പ്രകൃതിയുടെ മായാവലയത്തിൽ അകപ്പെടുകയും പരമമായ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നു. അതിനാൽ വിവേകിയായ യോഗി ഈ സിദ്ധികളെ പൂർണ്ണമായി അവഗണിച്ച് നിർബീജ സമാധിയിലേക്ക് മുന്നേറ്റേണ്ടതാണ്. 3-ാം അധ്യായം വിഭൂതിപാദം ഭാഗം 3 സൂത്രങ്ങൾ 39 മുതൽ 56 വരെ. പഞ്ചപ്രാണനുകളുടെ നിയന്ത്രണവും കൈവല്യപ്രാപ്തിയും. പ്രാണവായുക്കളുടെ നിയന്ത്രണവും ശരീരത്തിന്റെ അതീന്ദ്രിയ തലങ്ങളും. ശരീരത്തിൽ പ്രവർത്തിക്കുന്ന 5 പ്രധാന പ്രാണവായുക്കളിൽ ഉദാനവായുവിനെയും സമാനവായുവിനെയും നിയന്ത്രിക്കുന്നതിലൂടെ ലഭിക്കുന്ന അദ്ഭുത സിദ്ധികളെയാണ് ഈ ഭാഗത്തിന്റെ തുടക്കത്തിൽ പതഞ്ജലി വ്യക്തമാക്കുന്നത്. ഉദാനജയാജ്ജലപങ്കകണ്ഠകാദിശ്വസംഗ ഉൽക്രാന്തിശ്ച. സൂത്രം 39 അഥവാ 40. ഉദാനവായുവിനെ ജയിക്കുന്നതിലൂടെ ജലം, ചെളി, മുള്ള് എന്നിവ ശരീരത്തെ ബാധിക്കാതിരിക്കുകയും ഗുരുത്വാകർഷണത്തെ മറികടന്ന് വായുവിൽ ഉയർന്നു നിൽക്കാനും ജലത്തിന് മുകളിലൂടെ നടക്കാനുമുള്ള ലെവിറ്റേഷൻ അഥവാ ഉൾക്രാന്തി കഴിവ് യോഗിക്ക് ലഭിക്കുന്നു. സമാനവായുവിനെ നിയന്ത്രിക്കുമ്പോൾ യോഗിയുടെ ശരീരത്തിന് ചുറ്റും തേജസ്സുറ്റ ഒരു പ്രഭാവലയം ഓറ രൂപപ്പെടുന്നു. സമാനജയാജ്വലനം. ഇത് ശരീരത്തിലെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. ആകാശവും ചെവിയും തമ്മിലുള്ള ബന്ധത്തിൽ സംയമം ചെയ്യുമ്പോൾ സാധാരണ കേൾവിശക്തിക്ക് അതീതമായ ദിവ്യമായ ശബ്ദങ്ങൾ കേൾക്കാനുള്ള കഴിവ് ദിവ്യശ്രോത്രം ലഭിക്കുന്നു.
ശരീരവും ആകാശവും തമ്മിലുള്ള ബന്ധത്തിൽ സംയമം ചെയ്യുകയും പഞ്ഞിപോലെ ഭാരമില്ലാത്ത വസ്തുക്കളെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ യോഗിക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് ആകാശഗമനം സിദ്ധിക്കുന്നു. മഹാവിദേഹാവസ്ഥയും ഭൂതേന്ദ്രിയ ജയവും ശരീരത്തിന് പുറത്തുള്ള സങ്കൽപ്പിക്കാത്ത മാനസികാവസ്ഥയാണ് മഹാവിദേഹ. ഇതിൽ സംയമം ചെയ്യുന്നതിലൂടെ പ്രകാശത്തെ മറച്ചിരിക്കുന്ന അവിദ്യയുടെ ആവരണം നശിക്കുന്നു. ബഹിരകൽപിത വൃത്തിർമഹാവിദേഹ തഹ് പ്രകാശാവരണക്ഷ. തുടർന്ന് യോഗി പഞ്ചഭൂതങ്ങളുടെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം 5 അവസ്ഥകളിൽ സ്ഥൂലം, സ്വരൂപം, സൂക്ഷ്മം, അന്വയം, അർത്ഥവത്വം സംയമം ചെയ്യുന്നു. ഇതോടെ പഞ്ചഭൂതങ്ങളുടെ മേൽ പൂർണ്ണമായ നിയന്ത്രണം ഭൂതജയം ലഭിക്കുകയും അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാഗാമ്യം, വശിത്വം, ഈശിത്വം എന്നീ അഷ്ടസിദ്ധികൾ പ്രകടമാകുകയും ചെയ്യുന്നു. ഇതുകൂടാതെ രൂപം, ലാവണ്യം, ബലം, വജ്രം പോലെയുള്ള ദൃഢത എന്നീ ശരീരസമ്പത്തുകളും യോഗിക്ക് ലഭിക്കുന്നു. ഇതേപോലെ ഇന്ദ്രിയങ്ങളുടെ 5 അവസ്ഥകളിൽ ഗ്രഹണം, സ്വരൂപം, അസ്മിത, അന്വയം, അർത്ഥവത്വം സംയമം ചെയ്യുമ്പോൾ ഇന്ദ്രിയജയം സിദ്ധിക്കുന്നു. ഇതിലൂടെ ശരീരത്തിന്റെ സഹായമില്ലാതെ തന്നെ മനസ്സിന്റെ വേഗത്തിൽ സഞ്ചരിക്കാനും പ്രകൃതിയുടെ മേൽ പൂർണ്ണ ആധിപത്യം നേടാനും പ്രധാനജയം സാധിക്കുന്നു. സർവജ്ഞത്വവും ദേവന്മാരുടെ പ്രലോഭനങ്ങളും ബുദ്ധിയും സത്വം, പുരുഷനും ആത്മാവ് തികച്ചും വ്യത്യസ്തമാണെന്നുള്ള വിവേകജ്ഞാനം പൂർണ്ണമാകുമ്പോൾ യോഗിക്ക് എല്ലാറ്റിന്റെയും മേൽ ആധിപത്യവും സർവജ്ഞത്വവും ലഭിക്കുന്നു. സർവഭാവാധിഷ്ഠാതൃത്വം സർവജ്ഞാതൃത്വം ച. എന്നാൽ ഈ അദ്ഭുത സിദ്ധികളിൽ അഹങ്കരിക്കുകയോ ആസക്തനാകുകയോ ചെയ്താൽ അത് വീണ്ടും പതനത്തിന് കാരണമാകും. ഈ ഉന്നത തലങ്ങളിലെത്തുമ്പോൾ ഉപരിതലങ്ങളിലെ ദേവന്മാർ യോഗിയെ സ്വർഗീയ സുഖങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചേക്കാം. സ്ഥാന്യുപനിമന്ത്രണേ സംഗസ്മയാകരണം പുനരനിഷ്ടപ്രസംഗാത്. എന്നാൽ ഈ പ്രലോഭനങ്ങളിൽ വീഴാതെ അവയോടുപോലും കടുത്ത വൈരാഗ്യം പുലർത്തുമ്പോൾ അജ്ഞാനത്തിന്റെ വിത്തുകൾ പൂർണ്ണമായും നശിക്കുകയും ദോഷബീജക്ഷയെ കേവലമായ മോക്ഷം അഥവാ കൈവല്യം സിദ്ധിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു യോഗിക്ക് ഈ സിദ്ധികളെല്ലാം വെറും തടസ്സങ്ങൾ മാത്രമാണ് എന്ന് വിജ്ഞാനഭിഷു ഓർമ്മിപ്പിക്കുന്നു. ക്ഷണക്രമ സംയമവും വിവേകജ ജ്ഞാനവും കൈവല്യവും സമയത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമായ ക്ഷണത്തിലും അതിന്റെ ക്രമത്തിലും തുടർച്ചയായ മാറ്റം സംയമം ചെയ്യുമ്പോൾ ഉന്നതമായ വിവേകജ ജ്ഞാനം ഉദിക്കുന്നു. ക്ഷണതക്രമയോ സംയമാത്വിവേകജം ജ്ഞാനം. സാങ്ഖ്യദർശനപ്രകാരം കാലം എന്നത് വസ്തുക്കളിലുണ്ടാകുന്ന മാറ്റം മാത്രമാണ്. ഈ സൂക്ഷ്മമായ മാറ്റങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ ജാതി, ലക്ഷണം, ദേശം എന്നിവയാൽ വേർതിരിക്കാൻ കഴിയാത്തവണ്ണം സാമ്യമുള്ള 2 വസ്തുക്കളെപ്പോലും തിരിച്ചറിയാൻ യോഗിക്ക് സാധിക്കുന്നു. ഉദാഹരണത്തിന് ഒരേപോലെയുള്ള 2 വിത്തുകൾ തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം പോലും യോഗിക്ക് മനസ്സിലാകും. ഈ ജ്ഞാനം പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നതും താരകം എല്ലാ വിഷയങ്ങളെയും എല്ലാ കാലത്തും യാതൊരു ക്രമവുമില്ലാതെ ഒരേസമയം അറിയാൻ സഹായിക്കുന്നതുമാണ്. ഒടുവിൽ വിഭൂതിപാദത്തിലെ അവസാന സൂത്രം യോഗത്തിന്റെ പരമകാഷ്ഠയെ വർണ്ണിക്കുന്നു. സത്വപുരുഷയോ ശുദ്ധിസാമ്യേ കൈവല്യമിതി. അതായത് ചിത്തത്തിന്റെ അഥവാ സത്വത്തിന്റെ ശുദ്ധി പുരുഷന്റെ ആത്മാവിന്റെ ശുദ്ധിക്ക് തുല്യമാകുമ്പോൾ പ്രകൃതിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നു. മാലിന്യങ്ങളകന്ന് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കാണുന്നതുപോലെ ഈ ശുദ്ധമായ ചിത്തത്തിൽ പുരുഷൻ തന്നെത്തന്നെ തിരിച്ചറിയുകയും പിന്നീട് ആ ചിത്തത്തെപ്പോലും ഉപേക്ഷിച്ച് തന്റെ തനതായ കേവലവും സ്വതന്ത്രവുമായ അവസ്ഥയിൽ കൈവല്യം പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇതോടെ വിഭൂതിപാദം പൂർണ്ണമാകുന്നു.